ശശി തരൂർ എംപിക്ക് HRDS പ്രഖ്യാപിച്ച പ്രഥമ VD സവർക്കർ പുരസ്കാരത്തിൽ വിവാദം. തന്നെയോ ഓഫീസിനെയോ അറിയിക്കാതെയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചതെന്ന് ശശി തരൂർ അറിയിച്ചു. എന്നാൽ തരൂരിനെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്നും അവാർഡ് സ്വീകരിക്കുമെന്ന് തരൂർ അറിയിച്ചിരുന്നുവെന്നും HRDS അറിയിച്ചു. തരൂർ കോൺഗ്രസ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് RSS ബന്ധമുള്ള സംഘടനയിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നുവെന്ന വാർത്ത വിവാദമായിരിക്കുന്നത്. HRDS പ്രഥമ VD സവർക്കർ പുരസ്കാരം ശശി തരൂർ എംപിക്ക് പ്രഖ്യാപിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ അവാർഡ് പ്രഖ്യാപനം തള്ളിയ തരൂർ അവാർഡ് ലഭിക്കുന്നതിനെപ്പറ്റി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് എക്സിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കേരളത്തിൽ പോയപ്പോഴാണ് പ്രഖ്യാപനത്തെക്കുറിച്ച് താൻ അറിഞ്ഞത്. വിവാദം ശക്തമായതോടെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാരണവശാലും അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല, നിരസിക്കണം. ശക്തമായി ഈ അവാർഡിനെതിരെ അദ്ദേഹം പ്രതികരിച്ച് രംഗത്ത് വരികയും വേണം. എന്നാൽ വിവാദത്തിൽ KC വേണുഗോപാൽ പ്രതികരിച്ചില്ല. തരൂരിനെ നേരിട്ടെത്തി ക്ഷണിച്ചുവെന്നാണ് HRDS വിശദീകരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പാണ് നമ്മുടെ ചെയർമാനൊക്കെ അദ്ദേഹത്തെ പോയി കാണുന്നത്. അന്ന് അദ്ദേഹം ഈ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു, വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതേവരെ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിൽ HRDSന്റെ അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നൽകുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്കായി ശശി തരൂർ കൊൽക്കത്തയിലേക്ക് പോയിരിക്കുകയാണ്. മീഡിയ 1 ഡൽഹി.